ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്ക് റീഫർബിഷ്ഡ് ഫോണുകൾ പർച്ചേസ് ചെയ്യാവോ എന്നതിനെക്കുറിച്ചാണ്. റീഫർബിഷ്ഡ് ഫോണുകൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫറെൻറ്റ് വന്ന ഫോണുകൾ അല്ലെങ്കിൽ കസ്റ്റമർ റിട്ടേൺ ചെയ്ത ഫോണുകൾ, അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും മാർക്കറ്റിൽ റീഫർബിഷ്ഡ് ഫോണുകളായിട്ടായിരിക്കും സെയിൽ ചെയ്യുന്നത്. ഇത്തരം ഫോണുകൾ നമുക്ക് 50-60% റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അത്തരം ഒരു ഫോണിന് ആണ് ഞാനും പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ പർച്ചേസ് ചെയ്തതാണ്. എത്രത്തോളം വിശ്വസനീയമാണെന്ന് എനിക്കറിയില്ല. ഞാനിത് പർച്ചേസ് ചെയ്തത് UAE ബേസ്ഡ് ആയിട്ടുള്ള അവോക്ക് എന്നുള്ളൊരു ഓൺലൈൻ സൈറ്റിൽ നിന്നാണ്. നമുക്ക് ഏതായാലും ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നോക്കാം. ഒറിജിനലാണോ അതോ പക്ക കോപ്പി തന്ന് പറ്റിച്ചതെന്നൊന്നും അറിയില്ല. ഏതായാലും അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ റീഫർബിഷ്ഡ് എന്നുള്ള ഒരു പാക്കേജിൽ തന്നെയാണ് വരുന്നത്. ഒറിജിനൽ ഐഫോണിൻ്റെ പാക്കേജൊന്നുമല്ല. അതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളെല്ലാം സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. iPhone 16GB iPhone 6 ആണ് ഞാൻ പർച്ചേസ് ചെയ്തത്. മാർക്കറ്റിൽ ഒറിജിനൽ ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരു 1400 റിയാൽ, സൗദി റിയാൽ വിലയുണ്ട്. ഇന്ത്യൻ റേറ്റ് എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഇതുപോലൊരു ബോക്സിലാണ് വരുന്നത്. സാധാരണ ഐഫോണിൻ്റെ ഒറിജിനൽ ബോക്സ് ഒന്നുമല്ല. കോപ്പി ഫോണുകളും ഇതുപോലെ നമുക്കൊരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ക്ലോൺ ഫോണുകൾ വരുന്നുണ്ട്. നമ്മളതിൻ്റെ പ്രോഗ്രാം ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്കത് ഫേക്കാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഐഫോൺ ഇതുപോലെ തന്നെ പെർഫെക്ഷനിലായിട്ട് ആണ് മറ്റുള്ള കോപ്പി ഫോണുകളും മാർക്കറ്റിൽ ഇറങ്ങുന്നത്. ചെറിയൊരു വ്യത്യാസം ഞാൻ ചില ഫോണുകളിൽ കണ്ടത്, ഇത് ഈ ക്യാമറയുടെ, ഇപ്പോൾ ഐഫോൺ ഒറിജിനൽ ഇത് ക്യാമറ ഒന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടാവും. ചില കോപ്പി ഫോണുകൾ അത് ബോഡിയോട് കൂടെ ആയിരിക്കും കാണുന്നത്. ഇതിലേതായാലും ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇതൊന്ന് സ്വിച്ച് ഓൺ ചെയ്തിട്ട് പരീക്ഷിച്ച് നോക്കാം, ഞാൻ പറ്റിക്കപ്പെട്ടോ ഒറിജിനലാണോ എന്നുള്ളത്. ആക്സറീസ് വരുന്നത് ഇതിൽ ഇയർഫോൺ, ചാർജർ, ഇതൊന്നും ഒറിജിനലല്ല. ഒറിജിനൽ ഐഫോണിൻ്റെ ആക്സറീസ് അല്ല ഒരിക്കലും ഇതിലും വരുന്നത്. ഇയർഫോണും തന്നെ. പിന്നെ ഇതിൽ ബുക്ക്ലെറ്റ്സും അതുപോലെ സിം എജക്ടറൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇതൊന്ന് സ്വിച്ച് ഓൺ ചെയ്തിട്ട് പരീക്ഷിച്ച് നോക്കാം. ഫേക്ക് ഫോണുകളിൽ സാധാരണ വരുന്നത് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിന് ഐഫോൺ കസ്റ്റം ചെയ്ത് ഐഫോണിൻ്റെ iOS രീതിയിൽ ആക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു കോപ്പി ഫോണിൻ്റെ അടുത്തുണ്ട്. അതിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഐഫോണായിട്ട് തോന്നും. പക്ഷേ അതിൻ്റെ ജസ്റ്റ് ആപ്പ് സ്റ്റോർ ഒന്ന് ഓൺ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അത് ആപ്പ് സ്റ്റോർ ഓൺ ചെയ്താൽ നേരിട്ട് ഗൂഗിൾ സ്റ്റോറിലേക്ക് ലിങ്ക് ആവും. അപ്പോൾ ആൻഡ്രോയിഡിനെ കസ്റ്റം ചെയ്തിട്ടാണ് അത്തരം ഫോണുകളിൽ പ്രോഗ്രാം ചെയ്യുന്നത്. സ്വിച്ച് ഓൺ ചെയ്ത് ആപ്പിളിൻ്റെ ലോഗോ കാണാം. ബാക്കിയുള്ള സെറ്റപ്പൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഏതായാലും ഞാൻ പറ്റിക്കപ്പെട്ടിട്ടില്ല. ഒറിജിനൽ ഐഫോൺ തന്നെയാണ്. ഞാനെൻ്റെ ആപ്പിൾ ID എല്ലാം കൊടുത്തിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. സാധാരണ കോപ്പി ഫോണുകളിൽ വരുന്നത്, ഇപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഫോണ് iPhone 7 ഒരു കോപ്പി ഫോണാണ്. അതിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ iOS ആണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലായിരിക്കും അവർ കസ്റ്റം ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് ആൻഡ്രോയിഡിനെ iOS വേർഷനിലേക്ക് അവർ കസ്റ്റം ചെയ്തിട്ട് ആണ് പ്രോഗ്രാം ചെയ്യുക. അതിൽ നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ ആപ്പ് സ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് ലിങ്ക് ആവും. അത്തരത്തിൽ കസ്റ്റം ചെയ്തിട്ടാണ് ഈ കോപ്പി ഫോണുകളെല്ലാം വരുന്നത്. ഇതുപോലെ ഓപ്പൺ ചെയ്താൽ ഒരിക്കലും ആപ്പിൾ സ്റ്റോർ ഓപ്പൺ ആവില്ല. മറ്റു തരത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ഇതിൻ്റെ IMEI നമ്പർ എടുത്തിട്ട് നമുക്ക് ഒട്ടനവധി IMEI ചെക്ക് ചെയ്യുന്ന വെബ്സൈറ്റുകളുണ്ട്. അതിൽ കയറിയിട്ട് നമ്മുടെ IMEI കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് വാറണ്ടി ഉണ്ടോ, അതുപോലെ ഒറിജിനൽ ഫോണാണോ എന്നൊക്കെ.
പൊതുവേ ഇത്തരം ഫോണുകളിൽ വാറണ്ടി, ആപ്പിൾ വാറണ്ടി, അതുപോലെ തന്നെ ആപ്പിൾ ടെലിഫോൺ സപ്പോർട്ടൊന്നും ലഭിക്കാറില്ല റിഫർബിഷ്ഡ്. പക്ഷേ നല്ല കമ്പനിയിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പം ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ കമ്പനിയൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ആമസോൺ പോലത്തെ നല്ല കമ്പനിയിൽ നിന്ന് റിഫർബിഷ്ഡ് നമുക്ക് വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾ *#06# എന്നടിച്ചാൽ നിങ്ങൾ IMEI നമ്പർ കാണാൻ സാധിക്കും. നിങ്ങൾ ഇത്തരം വെബ്സൈറ്റ് നിങ്ങളുടെ IMEI എടുത്തിട്ട് ഒട്ടനവധി ഇതുപോലത്തെ വെബ്സൈറ്റുകളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾ IMEI ടൈപ്പ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇതിൻ്റെ സ്റ്റാറ്റസിൽ കാണുന്നത് സിം അൺലോക്ക്ഡ്, സിം ലോക്ക് സ്റ്റാറ്റസ് അൺലോക്ക്ഡ്, അതുപോലെ തന്നെ ടെലിഫോൺ ടെക്നിക്കൽ സപ്പോർട്ടും അതുപോലെ വാറണ്ടിയും എക്സ്പയർ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ല കമ്പനിയിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇത്തരത്തിൽ റിഫർബിഷ്ഡ് ഫോണുകൾ നമുക്ക് നല്ല ആപ്പിൾ പോലത്തെ ഫോണുകളൊക്കെ നമുക്ക് നല്ല ഹൈ റേറ്റ് കൊടുക്കാതെ തന്നെ 50%, 60% റേഞ്ചിൽ ഇതുപോലെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ദിസ് ഈസ് നൗഷാദ് സൈനിങ് ഓഫ്.